പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 5-6 തിരുവചനങ്ങൾ പറയുന്നു: കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, കുന്നും മലയും നിരത്തപ്പെടും, വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും, പരുപരുത്തവ മൃദുവാക്കപ്പെടും. സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും. സ്നാപക യോഹന്നാൻ കർത്താവിൻ്റെ വഴിയൊരുക്കുവാൻ മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാൻ്റെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു. എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണും എന്ന് പ്രസംഗിച്ചു. എന്തിനു വേണ്ടിയാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്? എല്ലാവരും ദൈവത്തെക്കുറിച്ച് അറിയണം. ഒരാൾ പോലും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. എല്ലാ ആത്മാക്കളും രക്ഷ പ്രാപിക്കണം. അതിനു വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. പാപികളായ നാം രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? പാപികളായ നമ്മിൽ അനുതാപവും മാനസാന്തരവും ഉണ്ടാകണം. പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയണം. യേശു ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറണം. അപ്പോഴാണ് നമുക്ക് രക്ഷ പ്രാപിക്കാൻ, നിത്യജീവൻ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. നാം പശ്ചാത്തപിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വഞ്ചനയും സ്വാർത്ഥതയും അസൂയയും അഹങ്കാരവും എല്ലാം സൂക്ഷിച്ചു വെച്ചാൽ പാപം ഉള്ളിടത്ത് പിശാചുണ്ട്. അവൻ കെണികളൊരുക്കി നമ്മെ അവൻ്റെ കെണിയിൽ വീഴ്ത്തും. നമ്മുടെ ആത്മാക്കളെ നശിപ്പിച്ച് അവയെല്ലാം അവൻ്റെ സ്വന്തമാക്കി മാറ്റുവാനാണ് സാത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഹൃദയശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ തിന്മകളാകുന്ന കുന്നും മലകളും നിരത്തപ്പെടണം. നമ്മുടെ അനീതി നിറഞ്ഞ വളഞ്ഞ വഴികൾ നേരെയാക്കണം. കഠിന ഹൃദയത്തെ മൃദുലമാക്കണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ നിറച്ചാൽ പാപത്തിൽ നിന്നും നമുക്ക് പിന്തിരിയാൻ സാധിക്കും. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നു: അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. 2 പത്രോസ് 3:9 ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. എല്ലാവരും രക്ഷ പ്രാപിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് എല്ലാവരും അനുതപിക്കണം. ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് അനുതപിച്ച് പശ്ചാത്തപിച്ച് ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുവരെ കർത്താവ് നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 1 യോഹന്നാൻ 1:7 ദൈവപുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് അനന്ത യോഗ്യത ഉണ്ട്. യേശുവിൻ്റെ അനന്തയോഗ്യതയുള്ള രക്തമാണ് നമ്മുടെ പാപക്കറകൾ കഴുകി കളയുന്നത്. മാത്രമല്ല, തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. യേശുവിനെ രക്ഷകനും നാഥനുമായി നാം സ്വീകരിക്കുവാനുള്ള ശക്തി പകരുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നാം വിശുദ്ധി നേടിയെടുക്കണം. പാപങ്ങളും പാപ സാഹചര്യങ്ങളും നാം ഉപേക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിലെ വെറുപ്പും വിദ്വേഷവും അഹങ്കാരവും അസൂയയും സ്വാർത്ഥമോഹങ്ങളുമെല്ലാം നാം
ഉപേക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിൽ നാം വെറുപ്പ് സൂക്ഷിച്ചാൽ, നമ്മെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയില്ല എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ യേശുവിലേക്ക് നമുക്ക് മടങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.